എൻ്റെ പേര് വിജയ ഭാസ്കർ. എൻ്റെ ഹസ്ബൻഡ് ഭാസ്കരൻ നായർ. ഞങ്ങൾ അരുവിക്കര മുള്ളിലുവൻ മൂടെന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങളും ഞാൻ ഉപയോഗിക്കുന്ന കീടനാശിനികളും ഒക്കെയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാം. ഈ വെളുത്തുള്ളി കാന്താരി മിശ്രിതം എന്നുള്ളത് ഞാൻ 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-25 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പച്ചക്കറിക്ക് എന്ത് അസുഖമുണ്ടോ ഈ കാന്താരി വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിച്ചാൽ മാറും എന്നാണ് ഞാൻ എനിക്ക് അനുഭവത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് കാന്താരി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു തരാം, മറ്റേ മുളകൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് നീറും, അത്രേ ഉള്ളൂ. ഈ കാന്താരി എന്ന് പറഞ്ഞാൽ ഈ കാന്തും എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്, അത് ഒരു കുറേ നേരത്തേക്ക് അങ്ങ് മാറില്ല. അതുകൊണ്ട് ആ കാന്താരി വെളുത്തുള്ളി മിശ്രിതം പച്ചക്കറിയുടെ മുല്ലയ്ക്ക് നല്ലതാണ്, വെള്ളീച്ചയ്ക്ക് നല്ലതാണ്, പിന്നെ ഒരു പുഴുക്കൾക്ക് നല്ലതാണ്. പാവലും പടവലത്തിനൊക്കെ ഇത് അടിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധ ശല്യങ്ങളും കാണില്ല. നമുക്ക് നല്ലതായിട്ട് പൂക്കളും പൂക്കൾ ഒന്നും ചീത്തയായി പോവാതെ കായ്കളൊക്കെ ഉണ്ടാവാൻ പറ്റും. പിന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ വെളുത്തുള്ളി കാന്താരി മിശ്രിതം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. ആദ്യമായിട്ട് 10-15-20ഓളം കാന്താരി, ഒരു കുടം വെളുത്തുള്ളി, അത് രണ്ടും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് അരിച്ചെടുത്ത മിശ്രിതമാണ് ഈ ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ വെള്ളം, 1/2 ലിറ്റർ പച്ചവെള്ളം ഒഴിച്ചു, 1/2 ലിറ്റർ പഴങ്കഞ്ഞി വെള്ളം, പുളിപ്പിച്ച പഴങ്കഞ്ഞി വെള്ളം, പിന്നെ കുറച്ച് ഗോമൂത്രം വളരെ കുറച്ച് മതി, വളരെ കുറച്ച് ഗോമൂത്രം. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ. സ്പ്രേയറിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉണ്ടാക്കണോ അതങ്ങ് ഉപയോഗിച്ച് തീർക്കണം, അല്ലെങ്കിൽ ആ വെളുത്തുള്ളിയുടെ മണവും ഇതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ കീടങ്ങളൊന്നും പോകത്തുമില്ല, പിന്നെ അത് ഉപയോഗിക്കാനും പാടില്ല.